ഇന്ന് മെയ് 29, 2026 കേരള നിയമസഭയുടെ ചരിത്രത്തിലാദ്യമായി വന്ദേമാതരം വായിച്ച ദിവസം കൂടി ആയാണ് ഈ ദിവസത്തെ നമ്മൾ രേഖപ്പെടുത്തുന്നത്. 16ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് മുന്നോടിയായാണ് ഈ ചരിത്രപരമായ സംഭവം നടന്നത്. ലോക് ഭവന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് വന്ദേമാതരം പോലീസ് ബാൻഡ് വായിച്ചത്. ആദ്യത്തെ 4 വരികൾ മാത്രമാണ് സഭയിൽ വായിച്ചത്. പക്ഷേ മുഴുവനും വായിക്കണമെന്നായിരുന്നു ലോക് ഭവന്റെ നിർദ്ദേശം. വന്ദേമാതരം പാടണമോ? ഔദ്യോഗിക ചടങ്ങിൽ വന്ദേമാതരം പാടണമോ എന്ന ചോദ്യത്തിന്റെ ഏറ്റവും ലളിതമായ ഉത്തരം പാടണം എന്നാണ്. പക്ഷേ കേന്ദ്ര സർക്കാർ നിഷ്കർഷിക്കുന്ന നിർബന്ധമാണിത്. അതായത് നിയമപരമല്ല. ഇങ്ങനെ ഒരു നിയമം നമ്മുടെ നാട്ടിലില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. നിലവിലുള്ളത് കഴിഞ്ഞ ഫെബ്രുവരിയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ ഒരു ഉത്തരവ് മാത്രമാണ്. വന്ദേമാതരത്തിന്റെ 150ാം വാർഷികാഘോഷവേളയിലാണ് രാജ്യത്തെ ഔദ്യോഗിക പരിപാടികളിൽ വന്ദേമാതരം ആലപിക്കണമെന്ന് കേന്ദ്ര സർക്കാർ നിഷ്കർഷിക്കുന്നത്. അതായത് ദേശീയ ഗാനമായ ജനഗണമനയ്ക്കൊപ്പം തുല്യ ആദരം നൽകിയിരുന്ന ദേശീയ ഗീതമായ വന്ദേമാതരത്തിന് കേന്ദ്ര സർക്കാർ ഔദ്യോഗിക പ്രോട്ടോകോൾ പ്രഖ്യാപിക്കുന്നു. എന്തൊക്കെയാണ് ആ പ്രോട്ടോകോൾ? ദേശീയ പതാക ഉയർത്തൽ, രാഷ്ട്രപതിയുടെയും ഗവർണർമാരുടെയും പരിപാടികളിൽ ആ ചടങ്ങിൽ വന്ദേമാതരം ആലപിക്കണമെന്നാണ് പ്രധാനപ്പെട്ട പ്രോട്ടോകോൾ. വന്ദേമാതരത്തിന്റെ 6 ഖണ്ഡികകളുള്ള, അതായത് 3 മിനിറ്റ് 10 സെക്കൻഡ് ദൈർഘ്യമുള്ള പതിപ്പ് തന്നെ ആലപിക്കണം. വന്ദേമാതരം ആലപിക്കുന്ന ചടങ്ങുകളിൽ സദസ്സിലുള്ളവർ എഴുന്നേറ്റ് നിൽക്കണമെന്നും ഈ പ്രോട്ടോകോൾ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ദേശീയ ഗാനവും ദേശീയ ഗീതവും, അതായത് ജനഗണമനയും വന്ദേമാതരവും ഒരുമിച്ച് ചൊല്ലുന്ന ചടങ്ങുകളിൽ പ്രാധാന്യം വന്ദേമാതരത്തിനായിരിക്കണം. അതായത് ആദ്യം വന്ദേമാതരം ആലപിക്കണമെന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ ഉത്തരവ്. സിനിമാ ഹാളുകൾ പോലുള്ള പൊതു ഇടങ്ങളിൽ ദേശീയ ഗീതം ആലപിക്കണമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിൽ ചെറിയൊരു ഇളവുണ്ട്. ഈ സാഹചര്യങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കണമെന്ന ഒരു നിർബന്ധവുമില്ല. ദേശീയ ഗീതം ആലപിക്കാവുന്ന ചടങ്ങുകളുടെ പട്ടികയിൽ സ്കൂൾ അസംബ്ലികളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിയമപ്രകാരം ദേശീയ ഗാനത്തെ തടസ്സപ്പെടുത്തുകയോ മറ്റുള്ളവരെ ബഹുമാനിക്കുന്നതിൽ നിന്ന്, അതായത് ദേശീയ ഗാനം മറ്റുള്ളവരെ ബഹുമാനിക്കുന്നതിൽ നിന്ന് അവരെ തടയുകയോ ചെയ്യുന്നവർക്ക് പരമാവധി 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാമെന്നാണ്. അത് ദേശീയ ഗാനത്തിന്റെ മാത്രം ശിക്ഷയാണ്. പക്ഷേ ദേശീയ ഗീതത്തെ ഇത് ബാധിക്കുന്നില്ല എന്നാണ് അർത്ഥം. അതായത് വന്ദേമാതരത്തെ ഇത് ബാധിക്കുന്നില്ല. ആ നിയമങ്ങൾ വന്ദേമാതരത്തിനെ ബാധിക്കുന്നില്ല എന്നാണ് അർത്ഥം. ദേശീയ ഗാനമല്ല, നമ്മുടെ ദേശീയ ഗീതമാണ് വന്ദേമാതരം. 1875 എഴുതപ്പെടുകയും ആദ്യം ബംഗാദർശൻ മാസികയിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്ത ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ വന്ദേമാതരം എന്ന സാഹിത്യത്തിൽ നിന്നെടുത്ത വരികളാണ് പിന്നീട് ഇന്ത്യയുടെ ദേശീയ ഗീതമായി മാറുന്ന ഈ വന്ദേമാതരം. കേവലം ഒരു ഗീതം എന്നതിനപ്പുറത്തേക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഊർജം പകരാൻ ഈ ഗീതത്തിനായി എന്നതുകൊണ്ട് മാത്രമാണ് ഇന്ത്യയുടെ ദേശീയ ഗീതമായി വന്ദേമാതരം അംഗീകരിക്കപ്പെടുന്നത്. അതും 1950 ജനുവരി 24-ന്. ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയാണ് വന്ദേമാതരത്തെ ഇന്ത്യയുടെ ദേശീയ ഗീതമായി അംഗീകരിക്കുന്നത്. അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഈ പ്രഖ്യാപനം നടത്തിയത്. 6 ഖണ്ഡികകളുള്ള വന്ദേമാതരത്തിന്റെ ആദ്യത്തെ 2 ഖണ്ഡികകൾ മാത്രമാണ് ദേശീയ ഗീതമായി അംഗീകരിക്കപ്പെട്ടത്. അപ്പോൾ അവസാനത്തെ 4 ഖണ്ഡികകൾ എന്തുകൊണ്ട് ഒഴിവാക്കിയെന്നത് സ്വാഭാവികമായും ഉണ്ടാകുന്ന സംശയമാണ്. ആരാണ് ഈ 4 ഖണ്ഡികകൾ ഒഴിവാക്കുന്നത്? 1930കളുടെ അവസാനത്തോടെ മുസ്ലിം ലീഗ് വന്ദേമാതരത്തിനെതിരെ ശക്തമായ പ്രചാരണം നടത്തിയിരുന്നു. 1937 ഒക്ടോബർ 15-ന് ലക്നൌവിൽ നടന്ന ഒരു യോഗത്തിൽ ദുർഗ, ലക്ഷ്മി തുടങ്ങി ഹിന്ദു ദേവതകളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ആ പാട്ടിലുണ്ടെന്നും ആ ഗീതത്തിലുണ്ടെന്നും അതിനാൽ ഇത് മുസ്ലിം വികാരവുമായി പൊരുത്തപ്പെടുന്നില്ല എന്നും വാദിച്ചുകൊണ്ട് മുഹമ്മദ് അലി ജിന്ന വന്ദേമാതരത്തെ അപലപിക്കുന്നുണ്ട്. 5 ദിവസത്തിന് ശേഷം മുഹമ്മദ് അലി ജിന്നയുടെ വികാരത്തോട് യോജിക്കുന്നുവെന്ന് വ്യക്തമാക്കി നേതാജി സുഭാഷ് ചന്ദ്രബോസിന് കത്തയക്കുന്നത് ജവഹർലാൽ നെഹ്റുവാണ്. തുടർന്നാണ് കോൺഗ്രസ് വന്ദേമാതരത്തിന്റെ ആദ്യത്തെ 2 ഖണ്ഡിക മാത്രം അംഗീകരിക്കുന്നത്. ഈ നിലപാടിൽ വെള്ളം ചേർത്തോ എന്നാണ് കഴിഞ്ഞ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്ത ചടങ്ങിൽ വന്ദേമാതരം മുഴുവനായി ആലപിച്ചപ്പോൾ പ്രതിപക്ഷ കക്ഷികളും മറ്റെല്ലാവരും വി.ഡി. സതീശനെ വിമർശിച്ചത്. അപ്പോൾ അത്തരത്തിലുള്ള വിമർശനം നിലനിൽക്കെ എന്താണ് ഈ സംഭവത്തിൽ കേന്ദ്ര സർക്കാരിന്റെ അജണ്ട? എന്തുകൊണ്ടാണ് ഔദ്യോഗിക ചടങ്ങുകൾ, രാഷ്ട്രപതിയും ഗവർണറും പങ്കെടുക്കുന്ന ഔദ്യോഗിക ചടങ്ങുകളിൽ വന്ദേമാതരം ആലപിക്കണമെന്ന് കേന്ദ്ര സർക്കാർ നിഷ്കർഷിക്കുന്നത്? ദേശീയ ഗാനമായ ജനഗണമനയ്ക്കൊപ്പം തുല്യ ആദരം നൽകി ദേശീയ ഗീതമായ വന്ദേമാതരത്തിന് വേണ്ടി പാർലമെന്റിൽ ചർച്ച നടത്തിയത് മോദി സർക്കാരാണ്. അതിനുശേഷമാണ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഒരു പ്രോട്ടോകോൾ കൊണ്ടുവരുന്നത്. ആ പ്രോട്ടോകോൾ കൊണ്ടുവരുന്നതിന് പിന്നിൽ കൃത്യമായ ഒരു രാഷ്ട്രീയമുണ്ട്. നേരത്തെ തന്നെ വന്ദേമാതരത്തെ ജനഗണമനയ്ക്ക് മുന്നിൽ
അതിൻ്റെ മുകളിൽ പരിഗണിക്കുന്നതാണ് ജനസംഘത്തിൻ്റെ ഒരു സമീപനം എന്ന് പറയുന്നത്. പിന്നീട് BJP ആയി ജനസംഘം മാറിയപ്പോഴും ആ നിലപാടിൽ വലിയ മാറ്റം വരുന്നില്ല. പക്ഷേ അതിന് പ്രധാന കാരണമായി വരുന്നത് സംഘപരിവാർ എന്നും ഈ ഗീതത്തെ ഹിന്ദുത്വ ദേശീയതയുടെ പ്രതീകമായി കണ്ടു എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് വന്ദേമാതരം ആലപിക്കാൻ പ്രോട്ടോകോൾ പ്രഖ്യാപിച്ചപ്പോൾ RSSന്റെ ദീർഘകാല അജണ്ടകൾ ഒന്നുകൂടി നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കി കഴിഞ്ഞുവെന്ന വിമർശകർ ചൂണ്ടിക്കാണിച്ചത്.